നമസ്കാരം, പൊന്നാനി ചാനലിലേക്ക് സ്വാഗതം. ഇതുപോലെ സംസാരിക്കണം, ഇവിടെ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കണം, എൻ്റെ ഉമ്മാക്കൊന്ന് പ്രൗഡാവണം, ഉപ്പാക്കൊന്ന് പ്രൗഡാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന പലരും ഇവിടെ ഉണ്ട്. പക്ഷേ പേടിയാണ് അല്ലേ? ഫിയറും ഡൗട്ടും നമ്മളെ വിജയിക്കില്ല. ഓക്കെ, എവിടെയും നമ്മളെ എത്തിക്കൂല. ഫിയറും ഡൗട്ടും, ഒരു ഡൗട്ടും വേണ്ട. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എങ്ങനെയും ചെയ്ത് ആ ഡൗട്ട് ക്ലിയർ ചെയ്യുക. ഓക്കെ, ഡൗട്ടും ഫിയറും നമ്മളെന്ത് ചെയ്യില്ല, സക്സസ്സിലേക്ക് എത്തിക്കൂല. ഓക്കെ, അപ്പം എന്താ, നമ്മൾ സംശയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും നമ്മളെ വിശ്വസിക്കാൻ വരില്ല. നമ്മളെന്താ ചെയ്യേണ്ടത്, നമ്മളിൽ ആദ്യം വിശ്വസിക്കണം. ഓക്കെ, എൻ്റെ ഉപ്പാക്ക് നല്ല വിശ്വാസമാണ്, ഞാനിങ്ങനെ ചെയ്യും. എൻ്റെ ഉമ്മാക്ക് നല്ല വിശ്വാസമാണ്, ഞാനിങ്ങനെ ചെയ്യും. പക്ഷെ എനിക്കത്ര വിശ്വാസമില്ല, എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണെങ്കിൽ നമ്മൾ എവിടെ എത്തൂല. ആദ്യം നമ്മൾ വിശ്വസിക്കേണ്ടത് ആരെയാണ്? നമ്മളെയാണ് അല്ലേ? നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് എവിടെയെങ്കിലൊക്കെ എത്താൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, എല്ലാവർക്കും എൻകറേജ് ചെയ്യാൻ പറ്റും. പക്ഷെ സ്വയം എപ്പോഴാണ് വിശ്വസിച്ച് എൻകറേജ് ചെയ്യുന്നത്, അപ്പം മുതലാണ് നമ്മൾ സക്സസ്സിലേക്ക് ഓരോ സ്റ്റെപ്പ് എടുക്കുന്നത്. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിങ് സെന്റർ. ക്ലിയർ ആണോ പറയുന്നത്? ഓക്കെ, സക്സസ്സിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മളെ വിശ്വസിക്കണം. ഓക്കെ, നമ്മളെ കഴിവിൽ വിശ്വസിക്കണം. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയട്ടെ ഞാൻ. ഇപ്പം നമുക്ക് ഡോക്ടർ ആവണം, പക്ഷേ ഇങ്ങനെ, അല്ലെങ്കിൽ അതിന് കുറേ പൈസ വേണമല്ലോ, അല്ലെങ്കിൽ അതിന് ഇന്ന സാഹചര്യങ്ങളില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ചിന്തിക്കണ്ട. അതിന് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ എടുക്കാൻ പറ്റുക, അത് മാത്രം എടുക്കുക. ഓക്കെ, അതിനെക്കുറിച്ചിട്ട് റിസർച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു ഡോക്ടറോട് അവരെ എക്സ്പീരിയൻസ് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ചെറിയ സ്റ്റെപ്പുകൾ എടുത്തിട്ട് എന്ത് ചെയ്യുക, ആദ്യം അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുന്നത് ടോർച്ചില്ലേ, ടോർച്ചിൻ്റെ വെളിച്ചം എനിക്ക് ഇവിടെ നിന്ന് വെളിയങ്കോടുക്കാണ് പോകേണ്ടത്. ഓക്കെ, വെളിയങ്കോടുക്ക് ഇവിടുന്ന് ടോർച്ച് അടിച്ച് നോക്കിയാൽ കാണാൻ പറ്റുമോ? വെളിയങ്കോടിൻ്റെ വീട് കാണാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ഇവിടുന്ന് നെക്സ്റ്റിൻ്റെ കാല് എവിടേക്കാണ് വെക്കേണ്ടതെന്നുള്ള സ്റ്റെപ്പ് എനിക്ക് കാണാം അല്ലേ? അതെടുക്കുക. അത് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്കുള്ള സ്റ്റെപ്പും ടോർച്ച് കാണിച്ചു തരും അല്ലേ? അടുത്തത് എവിടേക്കാണ് നീങ്ങേണ്ടതെന്നുള്ളതും ടോർച്ച് കാണിച്ചു തരും. അങ്ങനെ എന്ത് ചെയ്യുക, കാണാൻ പറ്റുന്നത് സ്റ്റെപ്പ് എടുത്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഉദ്ദേശ സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി നോക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഇവിടുന്നേ നോക്കണം, എനിക്ക് അവിടേക്ക് പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്കത് കിട്ടുമോ, എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ പല തടസ്സങ്ങൾ മാത്രമായിരിക്കും മനസ്സിൽ വരിക. ഓക്കെ, ഫസ്റ്റ് എടുക്കാൻ പറ്റുന്ന സ്റ്റെപ്പ് അത് നോക്കുക. അത് കഴിഞ്ഞിട്ടല്ലേ നെക്സ്റ്റ്. ഓക്കെ, ഒറ്റ സ്റ്റെപ്പ് കൊണ്ട് നമ്മൾ എവിടെയും എത്തൂല അല്ലേ? ചെറിയ സ്റ്റെപ്പാണെങ്കിൽ എന്ത് ചെയ്യുക, എടുത്തെടുത്ത് പോവുക. പതുക്കെ എന്ത് ചെയ്യുക, സക്സസ്സിലേക്ക് എത്തിയാൽ മതി. ടേക്ക് ടൈം. ഓക്കെ, ടൈം കൊടുക്കുക. ആരും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സക്സസ് ആയവരില്ല. ഓക്കെ, പിന്നെ ചിലർക്കുള്ള ചിന്തയാണ്, എൻ്റെ ഉമ്മ അത്ര റിച്ചല്ല, എൻ്റെ വീട് ഇങ്ങനെയല്ല, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാനുള്ള സാഹചര്യം ഇങ്ങനെയല്ല എന്നൊക്കെ പറയും. അപ്പം എന്ത് ചെയ്യുക, സക്സസ് ആയിട്ടുള്ള ലെജൻസ് ഉണ്ട്, അവരുടെ സ്റ്റോറീസ് ഒന്ന് പോയി കേൾക്കുക, അവരെങ്ങനെയാണ് ഇങ്ങനെ ആയതെന്നുള്ളത്. APJ അബ്ദുൽ കലാമിൻ്റെ ബാല്യം നിങ്ങൾക്ക് അറിയോ? കുറച്ച് പേർക്കൊക്കെ അറിയാം അല്ലേ? ഫുൾ സെറ്റിലായിട്ട് ജീവിച്ച ആളാണോ? അല്ല അല്ലേ? കുറേ കഷ്ടതകളൊക്കെ അനുഭവിച്ചിട്ട് തന്നെയാണ് ഈ ലെവലിൽ എത്തിയത്. ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ ആളവിടെ എത്തുമായിരുന്നോ? ഇല്ല, ഒരിക്കലും എത്തൂല അല്ലേ? ആളെന്ത് ചെയ്താ, ആളുടെ കഴിവിൽ ആദ്യം വിശ്വസിച്ചു, ആൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ സ്റ്റെപ്പ് ആളെടുത്തു. ഓക്കെ, എന്താണ്, നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒരു എന്താ പറയുക, നമ്മളെ പൗലോ കോലോൻ്റെ ബുക്കുണ്ട് ആൽക്കെമിസ്റ്റ്, വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും വായിക്കണം. മാട് പറഞ്ഞിട്ട് എനിക്കിങ്ങനെ ഒരു ബുക്ക് വേണം, ഒരു താത്ത അങ്ങനെ പറഞ്ഞതാണ്, ഇത് വായിച്ചാൽ ഒരുപാട് അറിവ് കിട്ടുമെന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ബുക്ക് എന്തായാലും നിർബന്ധമായിട്ട് വായിച്ചിരിക്കേണ്ട ഒരു അടിപൊളി ബുക്കാണ്. ആൽക്കെമിസ്റ്റിൽ പൗലോ കോലോ, അതിൻ്റെ ഓഥർ പറയുന്നുണ്ട്, നിങ്ങൾ തീവ്രമായിട്ട്, എനിക്ക് ആഗ്രഹമുണ്ട് 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങണമെന്ന്, ആ വർത്താനത്തിൽ തന്നെ മനസ്സിലാവും ആഗ്രഹം തീവ്രമല്ല എന്നുള്ളത്. യെസ്, ഞാൻ 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങും, അതിനുവേണ്ടി ഞാൻ ശ്രമിക്കും എന്ന് പറയുന്ന ആളും നേരത്തെ പറഞ്ഞ ആളുടെയും ഒരു കോൺഫിഡൻസ് അവിടെ മനസ്സിലാവുന്നില്ലേ? ഓക്കെ, അപ്പോൾ എന്താണ്, തീവ്രമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, പൗലോ കോലോ പറയുന്നുണ്ട്, നിങ്ങൾ തീവ്രമായിട്ടൊരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നടത്തിത്തരാൻ ഈ ലോകം മുഴുവനും നിങ്ങളുടെ കൂടെ നിൽക്കുമെന്ന്. അതായത് നമ്മൾ പഠിക്കാണ്ടിരുന്ന ബാക്കിയുള്ളവർ പഠിക്കുന്നതാണ് അർത്ഥം, അതല്ല അതിൻ്റെ അർത്ഥം. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിലേക്കുള്ള ചെറിയ സ്റ്റെപ്പ് എടുക്കാൻ ചില ആളുകൾ നിങ്ങളുടെ കൂടെ നിൽക്കും. നിങ്ങൾ പോലും അറിയാതെ പലരും നിങ്ങളെ സഹായിക്കും. അതിനുള്ള എക്സാമ്പിളാണ് സൗദാത്ത. എനിക്കങ്ങനെ സെഷൻ എടുക്കുന്നത് ഇഷ്ടമാണ്, എനിക്കിങ്ങനെ കുറേ കുട്ടികൾ ക്ലാസ് എടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പുതിയ കുട്ടികളെ കാണണം, എന്നിലുള്ള അറിവ് ബാക്കിയുള്ളവർക്ക് പകർന്നു കൊടുക്കണം എന്നുള്ള ഒരാഗ്രഹമുണ്ട്. അപ്രതീക്ഷിതമായിട്ടാണ് സൗദാത്താനെ പരിചയപ്പെടുന്നത്. അപ്പോൾ ആൾ പറഞ്ഞു, നമുക്കിങ്ങനെ ക്ലാസ് വെച്ചാലോ എന്ന്. ഞാൻ ആദ്യം ചിന്തിക്കുന്നുണ്ടോ എനിക്കിതിനുള്ള അവസരം ആര് തരും, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ക്ലാസ് എടുക്കും, എങ്ങനെ കുട്ടികളെ സെറ്റാക്കും എന്നുള്ളത് ചിന്തിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ നടക്കാൻ പോകുന്നില്ല.
ആദ്യം എന്ത് ചെയ്യുക, ഉള്ളിൽ തീവ്രമായിട്ട് ഒരാഗ്രഹം. APJ അബ്ദുൽ കലാമിൻ്റെ ഏറ്റവും ഫേമസ് ആയൊരു കോട്ടുണ്ട്. എന്താണ്? യെസ്, സ്വപ്നം അല്ലേ? സ്വപ്നത്തെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, ഉണർന്നിരിക്കുമ്പോൾ കാണുന്നതാണ് സ്വപ്നം എന്ന് അല്ലേ? അപ്പം എന്താ, തീവ്രമായിട്ട് സ്വപ്നം കണ്ടാൽ അതിനുള്ള വഴികൾ പടച്ചോനെ, നമ്മുടെ ക്രിയേറ്റർ ദൈവം കൊടുന്നു തരും. ഓക്കെ, അതിൽ ബിലീവ് ചെയ്താൽ മാത്രം മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി സെറ്റാവും. ഓക്കെ, എനിക്കൊരു ഡ്രീം ഉണ്ട്. എല്ലാവർക്കും ഡ്രീം ഉണ്ട്. ഡ്രീം ഇല്ലാത്തവരുണ്ടോ? ചെറുതായാലും വലുതായാലും ഒരു വണ്ടി എടുക്കണം, ഡ്രീമാണ് അല്ലേ? എൻ്റെ ഉമ്മാക്ക് ഇൻ്റെ സാധനം ഞാൻ ഏൺ ചെയ്തിട്ട് കൊടുക്കണം, ഒരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കണം, അത് ഡ്രീമാണ്. ഓക്കെ, ഡോക്ടർ ആവണം, ഡ്രീമാണ്. എന്ത് ചെറിയ സാധനമാണെങ്കിലും എന്താണ്, ഡ്രീമാണ് അല്ലേ? അത് അച്ചീവ് ചെയ്യണമെങ്കിൽ ഒരു ഡ്രീമുണ്ട്. പക്ഷെ പലർക്കും എന്തില്ല, അതെങ്ങനെ നേടിയെടുക്കണം, കറക്റ്റായിട്ട് അതിന് വേണ്ടി സ്റ്റെപ്പ് എങ്ങനെ എടുക്കണം എന്നുള്ളതാണ് അറിയാത്തത്. ഓക്കെ, ഡ്രീമിലേക്ക് മാത്രം കണ്ണുന്നിട്ട് ഇങ്ങനെ ബെഡിൽ കിടന്ന് ഫോൺ നോക്കിയിരുന്നാൽ നടക്കുമോ? ഇല്ല. എന്താ, കുറേ നോളജ് എടുക്കുന്നതിൽ ഒരു കാര്യമില്ല. കിട്ടിയ നോളജ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് മനസ്സിലാവണം. ഓക്കെ, മൈൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചു എന്താണ് മൈൻഡ് എന്ന്. ഓക്കെ, മൈൻഡിൻ്റെ ലാംഗ്വേജ് ഞാൻ പഠിച്ചു. ഓക്കെ, അതിനെങ്ങനെ യൂസ് ചെയ്യണം. വിഷൻ ബോർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വിഷൻ ബോർഡ് ഉണ്ടോ? ഇല്ല. കണ്ടോ, എനിക്ക് വിഷൻ ബോർഡ് എന്ന് പറയുന്ന സംഭവത്തെക്കുറിച്ച് ധാരണ ഉണ്ട്, ഇൻഫോർമേഷൻ ഉണ്ട്, പക്ഷേ അത് യൂസ് ചെയ്തിട്ടില്ല. എന്തെങ്കിലും കാര്യമുണ്ടോ? ആരെങ്കിലും വിഷൻ ബോർഡ് എന്താണെന്ന് അറിയുമെന്ന് ചോദിച്ചാൽ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല. എന്ത് കാര്യമുള്ളത്? ഓക്കെ, വിഷൻ ബോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബെസ്റ്റ് ടൂളാണ്. ഞാൻ കുറച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം എൻ്റെ വിഷൻ ബോർഡ്. ഓൾമോസ്റ്റ് എല്ലാം ഞാൻ ടിക്ക് ചെയ്ത് കഴിഞ്ഞു. ഓൾമോസ്റ്റ് എല്ലാം. ഇങ്ങനെ നിന്ന് സംസാരിക്കാനൊക്കെ പേടിയായിരുന്നു. ആ പേടിനെ ഞാൻ പതുക്കെ ഒഴിവാക്കി. ഡൗട്ടായിരുന്നു, എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ആൾക്കാരെ ഫേസ് ചെയ്യും എന്നുള്ളതൊക്കെ പേടിയും ഡൗട്ടും ഉണ്ടായിരുന്നു. പതുക്കെ ഓരോന്നായിട്ട് ഞാനിങ്ങനെ ക്ലിയർ ചെയ്തു. ഓക്കെ, സ്വപ്നം കാണാൻ തുടങ്ങി. കണ്ണടച്ചിട്ടാണോ? ഉണർന്നിരിക്കുമ്പോഴും സ്വപ്നം കാണാൻ തുടങ്ങി. ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കി. ഓക്കെ, മൈൻഡ് റീപ്രോഗ്രാമിലെ ഒരു ബെസ്റ്റ് ടൂളാണ് എന്ത്, വിഷൻ ബോർഡ്. പറ്റുകയാണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക, ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അതിനെന്ത് ചെയ്യുക, ആ ഇമേജ്, വിഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഒരു കാർഡ്ബോർഡ് ബോക്സ് എടുക്കുക, അല്ല ഒരു ഷീറ്റ് എടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ A4 ഷീറ്റ് ആയാലും എന്താണെങ്കിലും നിങ്ങൾക്ക് എടുക്കുക. വരക്കാൻ കഴിവുള്ളവർ നിങ്ങളുടെ ആഗ്രഹം അവിടെ വരക്കുക. ഓക്കെ, പെയിൻറ്റ് കൊടുക്കാൻ പറ്റുമെങ്കിൽ പെയിൻറ്റ് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത്, മൈക്ക് പിടിച്ച് ഒരു പെൺകുട്ടി സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഫുൾ A+ന് ട്രോഫി പിടിക്കുന്നത്, ഓക്കെ, ലൈസൻസ് എടുക്കുന്നത്, എന്താണോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അതെന്ത് ചെയ്യുക, ഒരു പിക്ചർ വരക്കാൻ കഴിയില്ലെങ്കിൽ ഓക്കെ, ഫോണിൽ ഫോട്ടോസ് എടുക്കുക, ഷോപ്പിൽ കൊടുത്തിട്ട് പ്രിൻ്റ് എടുക്കുക, അതെന്ത് ചെയ്യുക, ഒട്ടിച്ച് വെക്കുക. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത് സക്സസ് ആയ കാര്യമാണ് പറയുന്നത്, വെറുതെ പറയുന്നതല്ല. ഓക്കെ, വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാർഡ് അക്വ സൊല്യൂഷൻ ആധുനിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ. എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ, സോളാർ എനർജി സിസ്റ്റം, കറന്റ് ഉപയോഗം 60% കുറയ്ക്കുന്ന BLDC ഇലക്ട്രിക് ഉപകരണങ്ങൾ, CCTV ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർഡിൽ ലഭ്യമാണ്. നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ, മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു. അലങ്കാന സമീപം, CV റോഡ്, പൊന്നാനി.